ബിഗ് ബോസ് ലൈവ് വോട്ടിംഗ് അപ്ഡേറ്റിലേക്ക് പോകാം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വോട്ടിംഗ് ഇട്ട ആൾക്കാരല്ല, ആ സ്ഥാനത്തുള്ളവരല്ല, മാറിയിട്ടുണ്ട്. നമ്മൾ വിചാരിക്കാത്ത ആൾക്കാരാണ് ഇപ്പോൾ പല സ്ഥലത്തും ഇരിക്കുന്നത്, ഒന്നാം രണ്ടാം സ്ഥാനങ്ങളൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം, ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ പറയാം. പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട്, ഞാൻ ആരുടെ ഫാനല്ല. ഒന്നാമത്തെ കാര്യം തന്നെ, ഞാൻ ആരുടെ ഫാനല്ല. എനിക്ക് കിട്ടണ ഈ വോട്ടിംഗ് അപ്ഡേറ്റ്സ് ഞാൻ സെർച്ച് ചെയ്തിട്ട് പല ആൾക്കാർ സെർച്ച് ചെയ്ത് എല്ലാവരും നോക്കി അറിഞ്ഞിട്ടാണ് ഞാൻ വോട്ടിംഗ് അപ്ഡേറ്റ് ഇടുന്നത്. എല്ലാം നോക്കിയിട്ട്, അല്ലാണ്ട് ആരെയും മുമ്പിൽ കയറ്റാനോ ആരത്തെ തള്ളിപ്പറയാനോ ഒന്നുമല്ല. പിന്നെ കുറേ ജാസ്മിൻ്റെ ഫാൻസ് വന്നിട്ട് ഇപ്പോൾ കമൻറ്റ് വന്നിട്ട് കുറേ പറയുന്നുണ്ട്, ഞാൻ ജാസ്മിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ചാനലാണ്, എൻ്റെ ചാനലായിട്ട് സബ്സ്ക്രൈബ് ചെയ്യില്ല എന്നൊക്കെ കുറേ എണ്ണം വന്ന് പറയുന്നുണ്ട്. ഒന്നാമത് മനസ്സിലാക്കി, ഞാൻ ജാസ്മിൻ്റെ ഫാനുമല്ല, ഒന്നുമല്ല. നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കിയാൽ ഏതെങ്കിലും ഒരു വീഡിയോ കാണിച്ചാൽ ഞാൻ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വീഡിയോ എടുത്ത് കാണിച്ചാൽ അപ്പോൾ ഞാൻ പറയാം ജാസ്മിൻ ഫാനാണ്. അല്ലാണ്ട് ഞാൻ ഒരു ജാസ്മിനെ താത്തിപ്പറയല്ല, ഈ ജാസ്മിനെ കുറ്റം പറഞ്ഞ വീഡിയോ ആണെങ്കിൽ 2-3 ഉണ്ടാവും. പക്ഷേ ജാസ്മിനെ പൊക്കിപ്പറഞ്ഞ വീഡിയോ ഒന്നുമില്ല. പിന്നെ ജാസ്മിനെ പറ്റി ഡീറ്റെയിൽ വീഡിയോ ഇട്ട്, അതല്ലാണ്ട് വേറെ ഒന്നും ഞാൻ ജാസ്മിനെ പറ്റി പൊക്കിപ്പറഞ്ഞ വീഡിയോ ഇട്ടിട്ടില്ല. ഞാൻ ആരുടെ ഫാനും അല്ല. അപ്പോൾ ഞാൻ അതേ വിഷയത്തിൽ അതിൽ പോകുന്നു. ഞാൻ ജസ്റ്റ് പറഞ്ഞുള്ളൂ, കുറയണമെന്ന് പറയുന്നുണ്ട്. ഞാൻ ജാസ്മിൻ്റെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി മാത്രമേ ഉണ്ടാക്കിയ ചാനലാണെന്നൊക്കെ. അപ്പോൾ നമുക്ക് വോട്ടിങ്ങിലേക്ക് പോവാം, ജാസ്മിനെ പറ്റി പറയണ്ട. അപ്പോൾ ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് നമ്മുടെ ജിൻഡോ തന്നെയാണ്. 39,869 വോട്ടോടെ ജിൻഡോ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നു. ജിൻഡോക്കാണ് എപ്പോഴും നമുക്ക് ജനപ്രീതി കൂടുതൽ കിട്ടുന്നത്. പിന്നെ അത് മാത്രമല്ല, ജിൻഡോൻ്റെ ഒരു വീഡിയോ, നമ്മുടെ ഡീറ്റെയിൽ വീഡിയോ വൈകിട്ട് 5 മണിക്ക് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അത് മറക്കാണ്ട് കാണുക, സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്, കാണാൻ പറ്റും നന്നായിട്ട്. അപ്പോൾ രണ്ടാം സ്ഥാനം വരുമ്പോൾ ശ്രീധുവാണ്. 35,882 വോട്ടോടെ ശ്രീധു രണ്ടാം സ്ഥാനം നേടിയിരിക്കുന്നു. അവിടെ നമ്മൾ വിചാരിച്ച് ജാസ്മിനാണ് കഴിഞ്ഞ വർഷം രണ്ടാം സ്ഥാനം, ഈ പ്രാവശ്യം വരുന്ന ശ്രീധുവാണ് രണ്ടാം സ്ഥാനം. മൂന്നാം സ്ഥാനമാണ് ജാസ്മിൻ എത്തുന്നത്. മൂന്നാം സ്ഥാനം വരുമ്പോൾ 35,041 വോട്ടോടെ ജാസ്മിന് മൂന്നാം സ്ഥാനം വരുന്നു. ആകെ 800 വോട്ടോടെയാണ് ഈ ജാസ്മിന് ശ്രീധു ഉള്ളത്. മാറി മാറി വരാം, ജാസ്മിൻ രണ്ടാം സ്ഥാനത്തും വരാം, ശ്രീധും മൂന്നാം സ്ഥാനത്തും വരാം. അത് എപ്പോഴും വരാം, ചെറിയ വോട്ടുകൾ. 4ാം സ്ഥാനം നമ്മൾ ഞെട്ടിപ്പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം 6ാം സ്ഥാനത്തുണ്ടായ അർജുനാണ് ഇപ്പോൾ 4ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത്. 32,143 വോട്ടോടെ അർജുൻ 4ാം സ്ഥാനം നേടിയിരിക്കുന്നു. 5ാം സ്ഥാനം അഭിഷേക് വീണ്ടും പിന്തള്ളിപ്പെട്ടിരിക്കുന്നു, 5ാം സ്ഥാനത്തേക്ക് മാറിയിരിക്കുന്നു. 31,196 വോട്ടോടെ 5ാം സ്ഥാനം അഭിഷേക്. കഴിഞ്ഞ പ്രാവശ്യം 3ാം സ്ഥാനം അഭിഷേക്, ഇപ്പോൾ 5ാം സ്ഥാനത്ത് വന്നിരിക്കുന്നു. അർജുനും അഭിഷേക് വലിയ വോട്ട് വ്യത്യാസമില്ല, ചെറിയൊരു വേരിയേഷൻ മാത്രമേ ഉള്ളൂ. കയറാൻ മുമ്പിലേക്ക് വരാം. ശ്രീധും ജാസ്മിൻ പറഞ്ഞോണ്ട് ഇവരൊക്കെ ചെറിയ വോട്ടിംഗ് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇത് തന്നെ ആയിരിക്കും, മാറി മാറി വരാം. 6ാം സ്ഥാനം നോക്കുമ്പോൾ ഇവിടെ ഋഷിയാണ് വരുന്നത്. ഋഷി 29,674 വോട്ടോടെ ഋഷി 6ാം സ്ഥാനം നേടിയിരിക്കുന്നു. 7ാം സ്ഥാനം അപ്സരയാണ്. 27,283 വോട്ടോടെ അപ്സര 7ാം സ്ഥാനം വന്നിരിക്കും. സാധാരണ എല്ലാ നോമിനേഷൻ അപ്സര വരുമ്പോൾ ടോപ്പ് 3, ടോപ്പ് 4, ടോപ്പ് 5 തന്നെ നിൽക്കേണ്ട ആളാണ് അപ്സര. ഇപ്പോൾ 7ാം സ്ഥാനത്ത് വരെ അപ്സര വന്നിരിക്കുന്നു. അപ്പം നമുക്കറിയാൻ പറ്റും, ഈ ഓട്ടോ ടാസ്ക് കഴിഞ്ഞ അപ്സരേൻ്റെ പെർഫോമൻസ് ആർക്കും അധികം വലുതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഇത്രയും വോട്ടിംഗ് താഴ്ന്നു പോകുന്നത്. 8ാം സ്ഥാനം വരുമ്പോൾ അവിടെ അൻസിബയാണ്. 26,942 വോട്ടോടെ അൻസിബ 8ാം സ്ഥാനം വന്നിരിക്കുന്നു. അൻസിബ കുറച്ച് ഡേഞ്ചറിലാണ് ഇരിക്കുന്നത്. പിന്നെ 9ാം സ്ഥാനം ലാസ്റ്റ് വന്ന് റസ്മിൻ തന്നെയാണ്. റസ്മിന് 24,656 വോട്ടോടെ റസ്മിന് 9ാം സ്ഥാനം നേടിയിരിക്കുന്നു. അൻസിബയും റസ്മിനാണ് ഏറ്റവും ലാസ്റ്റ് 2 സ്റ്റേജിലേക്ക് ഇരിക്കുന്നത്. പക്ഷേ അൻസിബ റസ്മിനെക്കാൾ 2,000 വോട്ടിൽ ലീഡ് ഉണ്ട്. എന്നാലും പറയാൻ പറ്റത്തില്ല, റസ്മിൻ കയറാൻ മിക്കവാറും റസ്മിൻ പോകാൻ ചാൻസ് ഉണ്ട്. നല്ല റസ്മിൻ കാണിച്ചത് ഫിസിക്കൽ അസോൾട്ടാണ്. ഇവർ നടപടി വലുതായിട്ടൊന്നും എടുത്തില്ല. 2 ആഴ്ചത്തേക്ക് നോമിനേഷൻ ഇട്ട് യെല്ലോ കാർഡ് കൊടുത്തുള്ളൂ. അപ്പോൾ പലർക്കും റസ്മിൻ പോകണമെന്ന് ആഗ്രഹം ഉണ്ടാവാം. അതുകൊണ്ട് മനഃപൂർവ്വം റസ്മിന് വോട്ട് ചെയ്യാണ്ടിരിക്കാം മിക്കവാറും. അവർക്ക് കിട്ടേണ്ട ശിക്ഷ കൊടുക്കാത്തതുകൊണ്ട്, കിട്ടേണ്ട ശിക്ഷ എന്ന് പറയുന്ന എവിക്ഷനാണ്, അവരെ ചെയ്തില്ല. അപ്പോൾ നാട്ടുകാർ തന്നെ അത് എവിക്ഷൻ ഡയറക്റ്റ് ചെയ്തോളൂ. അതുകൊണ്ട് റസ്മിനാണ് ലാസ്റ്റ് സ്ഥാനം നിൽക്കുക. അൻസിബ പോകാൻ ചാൻസ് ഇല്ല. പക്ഷേ വോട്ടിംഗ് കുറഞ്ഞാൽ 2 എവിക്ഷൻ ഉണ്ടെങ്കിൽ അൻസിബ പോകും. പിന്നെ അപ്സര കുറച്ച് ഡേഞ്ചറാണ്. ചില അപ്സരയും അൻസിബ വലിയ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് അപ്സരക്കും വരാൻ ചാൻസ് ഉണ്ട് അടിയിലേക്ക്. ബാക്കിയുള്ളവരൊക്കെ എല്ലാം സേഫ് തന്നെയായിരിക്കും. കുറച്ച് വേരിയേഷൻ ഉണ്ട് മാത്രമേ ഉള്ളൂ. 1, 2 ആവാം, 2, 3, 3, 4 അത് മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കി പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അടുത്ത അപ്ഡേറ്റ് വരാം.